ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോലെ വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത ട്രിപ്പും അതേപോലെ ഒരു ദിവസം കൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. റാഞ്ചിക്കാണ് കേട്ടോ. റാഞ്ചിക്ക് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് നമുക്ക് ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായില്ല, ഒരു ദിവസം മുമ്പാണല്ലോ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാൻ റാഞ്ചിക്കല്ലാണ്ട് ടാറ്റാനഗറിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടാറ്റാനഗർ എത്തേണ്ടത് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് രാവിലെ 5 മണിക്ക്. പക്ഷേ അത് അവിടെ എത്തി വരുമ്പോഴേക്കും ഏകദേശം 11 മണിയായി. അതിൻ്റെ ഇടയിൽ വഴിയിൽ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കുറേ ഇതുപോലത്തെ ബോൾസ് കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള പാസഞ്ചേഴ്സ് അവിടുത്തെ നേറ്റീവ്സൊക്കെയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇതെന്താണെന്നുള്ളത്. അവർ പറഞ്ഞു ഇത് നമ്മുടെ ടാറ്റ കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകുന്ന അയൺ ബോൾസ് ആണ്. ഇത് പ്രോസസ്സിങ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ഞാനത് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കൂടി ഉണ്ടായിരുന്ന വേറെ ചേച്ചിയുടെ കയ്യിൽ ഒരു വള കണ്ടു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു മാരിഡ് വുമൻസ് റാഞ്ചിയിൽ അറിയാം, ജാർഖണ്ഡിലെ മാരിഡ് വുമൻസ് ആണ് അത്ര ഇങ്ങനത്തെ ഈ ഇരുമ്പിൻ്റെ വള കയ്യിലിടുക. അങ്ങനെ ഫൈനലി നമ്മൾ ടാറ്റാനഗർ എത്തിയിട്ടോ. ടാറ്റാനഗർ എത്തിയതിന് ശേഷം ഇനി റാഞ്ചിക്ക് എങ്ങനെ എന്നൊരു വലിയൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ട്രെയിനിലുണ്ടായിരുന്ന ലൈക്ക് ഫാമിലീസും അവരൊക്കെ കൂടി ഒരുമിച്ചാണ് നമ്മൾ ഷെയർഡ് ഓട്ടോ എടുത്തത്. അതിൻ്റെ ഇടയിലത്തെ ഈ ഒരു ഫാമിലിനും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വളരെ സ്വീറ്റ് ആയിട്ട് തോന്നിയ ഒരു ലേഡിയാണ്. വളരെ കുഞ്ഞു പ്രായത്തിൽ കല്യാണം കഴിച്ചു. ഇപ്പോൾ പഠിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഹസ്ബൻഡ് വിടുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡോട് സംസാരിച്ച് ഹസ്ബൻഡ് പഠിപ്പിക്കാൻ വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷെയർ ഓട്ടോ എടുത്ത് നമ്മൾ റാഞ്ചിക്കുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. റാഞ്ചി അവിടെ നിന്ന് ടാറ്റാനഗറിൽ നിന്ന് റാഞ്ചിക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫൈനലി റാഞ്ചി എത്തി. ഞാൻ ഇത് ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. സാറ് വന്നിരിക്കുന്നത്. അങ്ങനെ സാറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോണിൽ സംസാരം മാത്രമേ ഉള്ളൂ. ആദ്യം നേരിട്ട് കണ്ടു. ഇതാണ് സാറ്, പ്രഭാകർ എന്നാണ് പേര്. റാഞ്ചിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ ഞാൻ വിചാരിച്ചു എന്നെ നേരിട്ട് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ല, ആളെന്നെ നേരെ കൊണ്ടുപോയത് നമ്മളുടെ ദയാമണി ബർല, ദാറ്റ് ഇസ് അയൺ ലേഡി ഓഫ് ജാർഖണ്ഡ് എന്ന് അറിയപ്പെടുന്ന ലേഡിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. വളരെ സിമ്പിൾ ലേഡിയാണ് കേട്ടോ. നമ്മൾ ഡൗൺ ടു എർത്ത് ആണ് മാം. വളരെ മാഡം എന്നൊന്നും പറഞ്ഞ ആൾക്ക് ഇഷ്ടമാവണില്ല. ആളെൻ്റെ അടുത്ത് ദീദി എന്ന് ആളെ വിളിച്ചോന്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ദീദി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തി ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്ന് പോയൊരു ലേഡിയാണ്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതേപോലെ ആളും ആളുടെ ഹസ്ബൻഡും കൂടെ ഒരുപാട് സോഷ്യൽ സർവീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവിടുത്തെ ട്രൈബൽസിന് വേണ്ടി, ട്രൈബൽ സൊസൈറ്റീസിന് വേണ്ടി. അത് കഴിഞ്ഞ് അവിടെ തന്നെ കുഞ്ഞൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടയേർഡായി ഞാൻ രാത്രി വന്ന് ഇവിടെ കടന്നു. രാത്രി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത്രയും ടയർഡായിരുന്നു. വന്ന് കുളിച്ച് ഫ്രഷായി കടന്നു തുടങ്ങി. നെക്സ്റ്റ് ഡേ എനിക്ക് യൂണിവേഴ്സിറ്റി വരെ പോകാനുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പോയി അങ്ങനെ അവിടെ നിന്ന് തിരിച്ചതാണ് റൂം വെക്കേറ്റ് ചെയ്തത് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇതോടുകൂടി നമ്മൾ റാഞ്ചിയിലുള്ള യാത്ര കഴിയുകയാണ്. വളരെ കുറച്ച് സമയം, 2 ദിവസം പറയാൻ ഏകദേശം 1-2 ദിവസം. പക്ഷെ വളരെ നല്ല ആൾക്കാരാണ്. അവിടെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് റാഞ്ചിയിൽ നിന്ന്